ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഖിലിനോടും സ്നേഹയോടും വസന്തനങ്ങൾ പറയാണ്, ഇത് പൂജയല്ല, പൂജയുടെ രൂപസാദൃശ്യമുള്ള മറ്റാരോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പൂജ ഇങ്ങനെയൊന്നും ആരോടും പെരുമാറിയിട്ടില്ല, അവളുടെ സ്വഭാവം ഇത്രയും അധപ്പതിച്ചിട്ടുമില്ല എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ അഖിലും സ്നേഹയും പറയാണ്, അതൊന്നും ശരിയല്ല അങ്കിൾ, ഇത് പൂജേച്ചി തന്നെയാവും, പക്ഷേ പൂജേച്ചിക്ക് ആക്സിഡൻറ്റ് കഴിഞ്ഞതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് പറയുമ്പോൾ എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല, ഇത് മറ്റാരോ ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ ആ സമയത്ത് പറഞ്ഞില്ല എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്, അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ എല്ലാം ഒന്ന് ഓർത്തു വെച്ചോ എന്നൊക്കെ വസന്തം പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, എന്നാൽ പൂജേച്ചി എന്തോ ആരിൽ നിന്നോ എന്തോ മറയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പൂജേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതുകൊണ്ട് പൂജേച്ചി എന്തായാലും എന്നോട് എന്താണ് കാര്യമെന്ന് പറയും, അതുകൊണ്ട് ഞാൻ പൂജേച്ചിയുടെ അടുത്ത് പോയി സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ശേഷം സ്നേഹം നല്ല സന്തോഷത്തോടു കൂടി റാണിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. പക്ഷേ റാണിയാണെങ്കിലോ മോശമായിട്ട് തന്നെയാണ് സ്നേഹയോട് പെരുമാറുന്നത്. അച്ഛമ്മ റാണിക്ക് ആഭരണം കൊടുത്തതും ഒന്നും തന്നെ റാണിക്ക് അങ്ങ് പിടിച്ചിട്ടില്ല. അങ്ങനെ സ്നേഹം അങ്ങനെ നൈസായിട്ട് തന്നെ റാണിയുടെ മനസ്സിലുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചോദിച്ചറിയുമ്പോൾ റാണിക്ക് കാര്യം മനസ്സിലാവാൻ കേട്ടോ. ഇവൾ ഓരോന്നും പഴയ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ മനസ്സിനെ അങ്ങ് ഇളക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ ഇവൾക്ക് പിടി കൊടുക്കരുത് എന്നങ്ങ് റാണി സ്വയം മനസ്സിൽ കരുതാണ്. അങ്ങനെ പൂജയാണെന്നും കരുതിയിട്ട് സ്നേഹ റാണിയോട് ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ട്, വസന്തൻ അങ്കിളിൻ്റെ അമ്മയും അച്ഛനെയും ഒക്കെ സ്നേഹസദനത്തിൽ ആക്കിയതൊക്കെ പൂജേച്ചിയല്ലേ, അതുകൊണ്ട് അങ്ങനത്തെ പൂജേച്ചിയോട് ഒരിക്കലും വസന്തൻ അങ്കിൾ മോശമായിട്ട് പെരുമാറില്ല. പിന്നെ മധു ആൻറ്റിയുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ, പക്ഷേ മധു ആൻറ്റി ഇപ്പോൾ പണ്ടത്തെ പോലത്തെ സ്വഭാവമൊന്നുമല്ലല്ലോ, എല്ലാവരോടും സ്നേഹത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല വസന്തൻ അങ്കിൾ പൂജേച്ചിയോട് ദേഷ്യമുണ്ട് എന്നൊന്നും തോന്നുന്നില്ല എന്നുള്ള കാര്യവും എല്ലാം തന്നെ അങ്ങ് പറയണം. അപ്പോൾ പൂജേച്ചി തന്നെയല്ലേ വസന്തൻ അങ്കിളുടെ അച്ഛനെ അന്ന് മരണം കഴിഞ്ഞ സമയത്ത് എല്ലാ ചടങ്ങുകളും ഒക്കെ നടത്താൻ വേണ്ടി മുന്നിൽ നിന്നതും എല്ലാം തന്നെ എന്നൊക്കെ പറയുമ്പോൾ റാണി മനസ്സിൽ കരുതുന്നുണ്ട്, ഇവള് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലുള്ളതൊക്കെ ചിക്കിച്ചകഞ്ഞടക്കാൻ നോക്കുകയാണ്, ഇവൾക്ക് ഞാൻ ഒരിക്കലും പിടി കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹയെ പിന്നെ റൂമിൽ നിന്നങ്ങ് മോശമായിട്ട് സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറക്കാൻ കേട്ടോ. എന്നോട് നീ അധികം സംസാരിക്കാൻ, ഞാൻ ചെയ്ത പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നീ പറയുകയും വേണ്ട, എനിക്കതൊന്നും കേൾക്കാനും താല്പര്യമില്ല, എനിക്ക് ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ളതൊക്കെ എനിക്കറിയാം, നീ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ വീട്ടിലുള്ള എൻ്റെ അജുവേട്ടനോടും അവരുടെ അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ എനിക്ക് പെരുമാറാൻ എനിക്കറിയാം, നീ ആയിട്ട് എന്നെ പഠിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മോശമായിട്ട് തന്നെ സ്നേഹയെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാണ്. അത് കേൾക്കുമ്പോൾ സ്നേഹക്ക് നല്ല വിഷമം വരുന്നുണ്ട്. അപ്പോൾ മാധുരി അമ്മ വരുമ്പോൾ സ്നേഹ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ പൂജേച്ചി എന്നോട് മോശമായിട്ട് തന്നെയാണ് പെരുമാറിയത്, അതുമോളെ അവളുടെ മനസ്സിൽ ഒന്നും ഉണ്ടായിട്ടല്ല, ആക്സിഡൻറ്റ് കഴിഞ്ഞത് കൊണ്ടാണെന്ന് പറയുമ്പോൾ എന്താ അമ്മ പറയുന്നത്, ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ ഒരാൾക്കും ഇങ്ങനെയൊന്നും മാറാൻ കഴിയില്ല, ഇത് അതൊന്നുമല്ല, പൂജേച്ചി എന്തോ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് പുറത്തു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൂജേച്ചി ഇങ്ങനെ ദേഷ്യമായിട്ട് അഭിനയിക്കുന്നത്. സാധാരണ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ, എന്തെങ്കിലും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരോടും പറയാതിരിക്കാൻ വേണ്ടി എല്ലാവരോടും ദേഷ്യം അഭിനയിക്കുക തന്നെയല്ലേ നമ്മളെല്ലാവരും ചെയ്യുക, അതുപോലെ തന്നെയാണ് പൂജേച്ചിയും ചെയ്യുന്നത്. അതുകൊണ്ട് പൂജേച്ചിയുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് ആദ്യം കണ്ടെത്തണം, അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ മാധുരിയോട് സ്നേഹ പറയുന്നതെല്ലാം തന്നെ റാണി അങ്ങ് ഒളിച്ചു നിന്ന് കേൾക്കുകയാണ് കേട്ടോ. അങ്ങനെ റാണി മനസ്സിൽ കരുതാണ്, ഇവളിൽ നിന്നും തുടങ്ങാം, ഇവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും എല്ലാവരും അടിച്ചു പുറത്താക്കുന്ന ആ ഒരു സാഹചര്യം എത്തിക്കണം, ഇവളാൾ പെശകാണെന്നുള്ളത് വരുത്തി തീർക്കണം, അതാണ് ഇനി ആദ്യം ചെയ്യേണ്ടത് എന്നൊക്കെ അങ്ങനെ മനസ്സിൽ കരുതാണ് കേട്ടോ റാണി. പിന്നീട് അർജുൻ ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അർജുനും അഖിലും കൂടി സന്തോഷത്തിനോടുകൂടി സംസാരിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതൊക്കെ റാണി ബാൽക്കണിയിൽ നിന്നും അങ്ങ് കാണുകയാണ്. അങ്ങനെ റാണി മനസ്സിൽ കരുതാണ്, ഇവരുടെ ഏട്ടൻ്റെയും അനിയൻ്റെയും ഈ സ്നേഹബന്ധം തകർക്കണം, അതാണ് ഇനി ആദ്യം ചെയ്യേണ്ടത്, അതിനു വേണ്ടി ആദ്യം സ്നേഹയെ ഒരു കരുവാക്കണം, അതാണ് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് എന്നൊക്കെ അങ്ങ് റാണി മനസ്സിൽ കരുതാണ്. അങ്ങനെ അഖിലിനെയും അർജുനെയും സ്നേഹ വഴി അങ്ങ് തെറ്റിപ്പിക്കാനുള്ള പദ്ധതിയാണ് റാണി മനസ്സിൽ കരുതുന്നത്. പിന്നീട് അച്ഛമ്മ ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ എല്ലാവരും ഉറങ്ങാമെന്ന് കാണുന്ന സമയത്ത് റാണി ആരും കാണാതെ തന്നെ അച്ഛമ്മയുടെ റൂമിലേക്ക് അങ്ങ് കയറുകയാണ് കേട്ടോ. എന്നിട്ട് സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് വെച്ചിരിക്കുന്ന ആ ആമാടപ്പെട്ടി അങ്ങ് എടുക്കുകയാണ്. എന്ന് ഒച്ചയുണ്ടാക്കാതെ അതിൽ നിന്നും സ്വർണ്ണമെടുത്ത് അത് സ്നേഹയാണ് കട്ടെടുത്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരിക്കും കേട്ടോ റാണി. അങ്ങനെ ആ ആമാടപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് സൗണ്ട് ഉണ്ടാവുകയാണ്. അപ്പോൾ അച്ഛമ്മ ഒന്ന് ഞെട്ടുന്നുണ്ട്, പക്ഷേ അച്ഛമ്മ ഉണരുന്നില്ല കേട്ടോ. അച്ഛമ്മ ഒന്ന് തിരിഞ്ഞു കിടക്കുകയാണ്. ആ സമയത്ത്
റാണി അങ്ങ് പതിയെ അവിടെ ഒളിച്ചു നിൽക്കുകയാണ് കേട്ടോ, എന്നെ കാണരുതേ എന്നുള്ള ഭാവത്തിൽ. അങ്ങനെ ആമാടപ്പെട്ടിയിൽ നിന്നും അച്ഛമ്മയുടെ ആ ഒരു സ്വർണ്ണാഭരണങ്ങളിൽ നിന്നും ഒരെണ്ണം അങ്ങ് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് സ്നേഹയാണ് കട്ടെടുത്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നീട് അഹല്യാണെങ്കിലോ വീട്ടിലേക്ക് കയറി വരികയാണ്. ആ സമയത്ത് പൂജ ചോദിച്ചറിയുന്നുണ്ട്, നീ ഇപ്പോൾ അവിനാശിനെ കണ്ടിട്ട് എന്താണ് സംസാരിച്ചത്, എന്തിനാണ് അവിനാശ് നിന്നെ ഇത്രയ്ക്കധികം ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പൂജയോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, നീ ആരാ എൻ്റെ ഈ കാര്യത്തിലൊക്കെ ഇടപെടാൻ, നീ നിൻ്റെ കാര്യം നോക്കി ജീവിച്ചോ, എൻ്റെ കാര്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ എനിക്കറിയാം, നീ ഇതിൽ ഇടപെടേണ്ട, നിൻ്റെ സഹായവും എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് പൂജയോട് അഹല്യ അങ്ങ് മോശമായിട്ട് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ പൂജ ചോദിച്ചറിയുന്നുണ്ട്, എന്താണ് അവൻ നിന്നെ ഭീഷണിപ്പെടുത്തുന്നത്, എന്താണ് അവൻ്റെ അടുത്തുള്ള തെളിവ്, അത് നിന്നെ സംബന്ധിക്കുന്ന എന്ത് തെളിവാണ് എന്നൊക്കെ ചോദിക്കുമ്പോഴും അഹല്യ ഒന്നും തന്നെ പൂജയോട് പറയില്ല. എന്നിട്ട് പൂജയോടുള്ള ദേഷ്യത്തിന് നേരെ കഥക് അങ്ങ് അടക്കാൻ കേട്ടോ. എന്നിട്ട് കുറ്റിയിട്ട ശേഷം അങ്ങനെ ആലോചിച്ച് അഹല്യ അവിടെ ഇരിക്കുകയാണ്. ആ സമയത്താവും അവിനാശ് ഒരു മെസ്സേജ് അങ്ങ് അയക്കാൻ കേട്ടോ. അപ്പോൾ അതിൽ അഹല്യയും അവിനാശും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ആവും ഇതിലുണ്ടാവുക. അങ്ങനെ ഒരുപാട് ഫോട്ടോസ് എൻ്റെ അടുത്തുണ്ട്, അതെല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് നിന്നെ താങ്ങാൻ കഴിയില്ല, നിന്നെ മോശമായിട്ട് തന്നെയാണ് എല്ലാവരും കാണുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജ് ആയിരിക്കും അവിനാശ് വിട്ടിട്ടുണ്ടാവുക. അങ്ങനെ അവിനാശിൻ്റെ ഈ ഒരു മാനസികമായി അഹല്യയെ തളർത്തുന്നത് സഹിക്കാൻ പറ്റാതെ അഹല്യ ആത്മഹത്യ ചെയ്യാമെന്നങ്ങ് തീരുമാനിക്കാൻ കേട്ടോ. അങ്ങനെ അഹല്യ ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ആ ഒരു പന്തികേട് പോലെ പൂജയ്ക്ക് തോന്നുകയാണ്. അവിനാശ് അഹല്യയെ മാനസികമായി തളർത്തുന്നതിൻ്റെ പേരിൽ അഹല്യ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നങ്ങ് പൂജ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ പൂജ അഹല്യയുടെ റൂമിലേക്ക് അങ്ങ് ഡോറ് തുറന്നിട്ട് അങ്ങ് വരികയാണ്. ഈ സമയത്ത് അഹല്യയാണെങ്കിലോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി സാരി കെട്ടിയിട്ട് കഴുത്തിലൂടെ അങ്ങ് ഇടാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ പൂജ പെട്ടെന്ന് അതത് കാണുകയാണ്. അങ്ങനെ പൂജ അഹല്യയെ അവിടെ നിന്നങ്ങ് ഇറക്കുകയാണ് കേട്ടോ. എന്നിട്ട് അഹല്യയുടെ കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. എന്ത് അവിവേകമാണ് അഹല്യ നീ കാണിക്കുന്നത്, ഇതാണോ ഇതിനൊക്കെയുള്ള പരിഹാരം, നീ എന്താ ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ നീ ഇങ്ങനെ ഒരു പൊട്ടത്തരമാണല്ലോ കാട്ടാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് പൂജ അഹല്യ അങ്ങ് ചീത്ത പറയാൻ കേട്ടോ. അങ്ങനെ അഹല്യ പൂജയോട് എല്ലാ കാര്യവും അങ്ങ് തുറന്ന് പറയാണ്. അഹല്യക്ക് പൂജയോട് വല്ലാത്തൊരു സ്നേഹവും അടുപ്പവും അങ്ങ് തോന്നാൻ കേട്ടോ. അങ്ങനെ അഹല്യ എല്ലാ കാര്യവും പൂജയോട് പറഞ്ഞ ശേഷം പൂജ ഒരു തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അഹല്യയും കൂട്ടി പൂജ നേരെ സ്റ്റേഷനിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് അവിടുത്തെ പോലീസുകാരന് ഒരു കംപ്ലൈൻറ്റ് അങ്ങ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ആർക്കാണ് കംപ്ലൈൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ പൂജ പറയാണ്, ഇത് എൻ്റെ അനിയത്തിയാണ് അഹല്യ, ഇവൾക്കാണ് പരാതിയുള്ളത് എന്ന് പറയാണ്. അങ്ങനെ അവിനാശിൻ്റെ ആ പേരിൽ തന്നെ അഹല്യ ആ ഒരു കംപ്ലൈൻറ്റ് അങ്ങ് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ പൂജ അഹല്യയെ അവിനാശിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ അഹല്യയുടെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വരികയാണ് കേട്ടോ. അങ്ങനെ പൂജയോട് അഹല്യക്ക് വല്ലാത്തൊരു അടുപ്പം വരികയാണ്. അങ്ങനെ അഞ്ജനയുടെ കുടുംബത്തിൽ നിന്നും അഹല്യ പൂജയുടെ ഭാഗത്തേക്ക് അങ്ങ് വരികയാണ്. അങ്ങനെ പൂജ അഹല്യയെ അങ്ങ് ശരിയാക്കി എടുക്കാൻ കേട്ടോ. ഇനി അടുത്തത് അഭിജിത്തിനെ ആയിരിക്കും അഹല്യ കൂടെ നിർത്തി സ്നേഹം കൊണ്ട് തന്നെ അഭിജിത്തിനെയും ഇനി മാറ്റിമറിക്കും. അങ്ങനത്തെ എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്.